ശബരിമലയിൽ ഇന്നലെയും 1,00,000 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്നും സമാനമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും അയ്യനെ കാണാനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഭക്തജന തിരക്ക് വർദ്ധിക്കും, അത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഈ അടിസ്ഥാന സൗകര്യ വികസനം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അത് പോലീസിനോ ദേവസ്വം ബോർഡിനോ അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റാതെ പാളിപ്പോയൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനിയും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കാമോ എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഭക്തജന തിരക്ക് ഓരോ വർഷവും ഏറി വരികയാണ്. കൂടുതൽ ആളുകൾ ഓരോ വർഷവും സന്നിധാനത്തേക്ക് ശബരീശ ദർശനത്തിനായി എത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ ഇതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി, ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ശരാശരി 1,00,000-ലേക്ക് ഓരോ ദിവസവും എത്തുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഇതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് കൃത്യമായി ഒരുക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ, ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ മണ്ഡല പൂജയായിട്ട് ഈ മണ്ഡലകാലം ആരംഭിച്ചിട്ട് ഒരു മാസം കഴിയുന്നു. ഈ സമയത്താണ് മണ്ഡല പൂജ എത്തുന്നത്. പക്ഷേ ഈ സമയം പോലും കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡിനായിട്ടില്ല, സർക്കാരിനായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രഹസനം പോലെ അവലോകന യോഗങ്ങൾ ചേരുന്നു. അതിൽ കൃത്യമായ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് ആ തീരുമാനങ്ങളൊന്നും തന്നെ എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ക്യൂ കോംപ്ലക്സുകളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എടുക്കുന്ന. മണിക്കൂറുകൾ ഇതിനുള്ളിൽ തീർത്ഥാടകരെ പിടിച്ചിടുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയില്ല. ഇതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി, ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി തീർത്ഥാടകരെല്ലാം തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വലിയ തീർത്ഥാടകരുടെ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരാശരി 1,00,000 തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു. എന്തായാലും പരമാവധി തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടായ കുറ്റകരമായ അനാസ്ഥ, അല്ലെങ്കിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ച, അതൊക്കെ തന്നെയാണ് ഇവിടെ വിലങ്ങുതടിയായി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ തവണ ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത് ഒരു വലിയ ബുദ്ധിമുട്ടായി തന്നെ വരുന്നു. ഇത്ര തിരക്കുണ്ടാകുമ്പോൾ പോലും ഈ വിവിധ വകുപ്പുകൾ തമ്മിൽ കൃത്യമായി ഏകോപനമില്ലാതെ പോലീസ് ഒരു തട്ടിൽ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മറ്റൊരു തട്ടിൽ പോകുന്നു. കൂട്ടായ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ തീർത്ഥാടകർക്ക് ഇത്തരത്തിലുള്ള വീഴ്ചകളെല്ലാം തന്നെ തുടർക്കഥയാകുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ദുരിതം പേറുന്നത് തീർത്ഥാടകരാണ്. ഇവിടെ എത്തുന്ന കുഞ്ഞയ്യപ്പന്മാരാണ്, കുഞ്ഞു മാളികപ്പുറങ്ങളാണ്, പ്രായമായവരാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മനക്കൂട്ടത്തും ശരക്കുത്തിയിലും എല്ലാം തന്നെ തീർത്ഥാടകരെ കൃത്യമായി നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് സന്നിധാനത്തേക്ക് വരുന്നത്. ഒരു മണിക്കൂറിൽ 4,000-ലധികം തീർത്ഥാടകരാണ് ഇപ്പോൾ പടി കയറി എത്തുന്നത്. നേരത്തെ ഈ പടി കയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾക്ക്, ആ ഒരു പ്രതിസന്ധികൾക്കെല്ലാം തന്നെ ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പരമാവധി തീർത്ഥാടകരെ പടി കയറ്റി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇനി മണ്ഡല പൂജയിലേക്ക് എത്തുകയാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ മണ്ഡല പൂജയ്ക്ക്. 27-ാം തീയതിയാണ് രാവിലെ 10 മണിയോടെയാണ് മണ്ഡല പൂജ നടക്കുക. ആ മണ്ഡല പൂജാ സമയത്ത് വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരുന്ന 3 ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക്, അതായത് 90,000-ഓളം തീർത്ഥാടകരാണ് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്താനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് പമ്പയിലും നിലയ്ക്കലും എല്ലാം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ തീർത്ഥാടകരെ കടത്തിവിടുകയും ചെയ്തിരിക്കുന്നതിലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം പോവുകയാണ്. കൂടുതൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇതിലും വലിയ തിരക്കാകും ഇനി മണ്ഡല പൂജ കഴിഞ്ഞാൽ. ഇനി മകരവിളക്കിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകരവിളക്ക് സമയത്തും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ലക്ഷ്മി, അരുൺ കൊടുങ്ങൂരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.